അടുത്തത് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്. ദ നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ 4 sin square x minus 4 cos cube x plus 9 minus 4 cos x equal to 0. x is belongs to minus 2 pi. കൃത്യമായും ട്രിഗണോമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷനെ കഴിയുന്നതും ഒരു വേരിയബിളിലേക്ക്, അതായത് ഒരു ട്രിഗണോമെട്രി റേഷ്യോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം. ഒന്നുകിൽ സൈനിൽ മാത്രം അല്ലെങ്കിൽ കോസിൽ മാത്രം, അതിൻ്റെ ക്വാഡ്രാറ്റിക്കോ ക്യൂബിക്കോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റേതെങ്കിലും ഫോമോ. പക്ഷെ രണ്ട് ഡിഫറെൻറ്റ് റേഷ്യോസുകൾ ഒരേ സമയം വരുന്നതാണ് കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഇതിനെ നമുക്ക് ഏതെങ്കിലും ഒരു റേഷ്യോയിലേക്ക് വേണ്ടി മാറ്റാൻ പറ്റുമോ. സൈൻ സ്ക്വയർ എക്സ് ഉണ്ട്, കോസ് ക്യൂബ് എക്സ് ഉണ്ട്. കോസ് ക്യൂബ് എക്സിനെ നമുക്ക് ഐഡന്റിറ്റി എഴുതിയ വീണ്ടും കോസിലാണ് വരുന്നത്. എന്നാൽ ഈ സൈൻ സ്ക്വയർ എക്സിനെ നമുക്ക് കോസിലേക്ക് മാറ്റുമ്പോൾ കോസ് സ്ക്വയറും വരും, കോസ് ക്യൂബ് വരും, കോസ് വരും. സോ നമുക്ക് മൊത്തത്തിൽ കോസിൽ ഇക്വേഷൻ കിട്ടും ഒരു റേഷ്യോയിൽ. അപ്പൊ അതിന് ഗിവൺ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഗിവൺ ഇക്വേഷൻ ഈസ് ഇങ്ങനെ കൊടുക്കാം. 4 sin square x മൈനസ്, അതിന് പകരം 4 sin square x എന്ന് എഴുതണ്ടല്ലോ. നമുക്കറിയാലോ 4 into 1 minus cos square x minus 4 cos cube x plus 9 minus 4 cos x equal to 0. അതിനെ നമുക്കൊന്ന് നെഗറ്റീവ് കൊണ്ട് ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്യുന്നു, നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പം 4 cos cube x എന്ത് വരും? പ്ലസ് 4 cos square x, കാരണം ഇവിടെ മൈനസ് 4 cos square x ആണ് വരിക, പ്ലസ് 4 cos x. പിന്നെ എന്തെല്ലാം എക്സ്ട്രാ വരുന്നുണ്ട് നോക്കാം നമുക്ക്. നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ -9 -4, -13 ആണ് ലെഫ്റ്റിൽ. ഐ എം ടേക്കിംഗ് ടു ദ റൈറ്റ് സൈഡ്. 13 ഒന്ന് നോക്കണം. 4 cos cube x പ്ലസ് 4 cos square x പ്ലസ് 4 cos x. നമുക്കറിയുന്ന ഒരു കാര്യമാണ്, ഈ cos x എന്ന് പറയുന്ന ഫംഗ്ഷന് പരമാവധി പോയാൽ വാല്യൂ 1 ആണ്. ആ പരമാവധി വാല്യൂ ആയ 1 എടുത്താൽ പോലും 4 cos cube 1, അപ്പൊ 4 പ്ലസ് 4 cos square 1, 4 പ്ലസ് 4 പ്ലസ് 4 12 വരുന്നുള്ളൂ, ഒരിക്കലും 13 വരില്ല. അപ്പോൾ ഒരു എക്സ് വാല്യൂസിനും ഈ ഇക്വേഷന് നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ പറയുന്നത് അറിയോ? ബട്ട് മാക്സിമം വാല്യൂ ഓഫ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? ഈസ് 12. അതാണ് ഞാനിപ്പോ ഈ പറഞ്ഞത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡിന് പരമാവധി വലുതായി നിൽക്കാൻ പറ്റുന്ന എത്രയാണ്? 12 ആണ് അല്ലേ? കോസിന്റെ പരമാവധി വാല്യൂ 1 ആണ്. ആ പരമാവധി വാല്യൂ കൊടുത്താൽ പോലും 12 വരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു എക്സ് വാല്യൂസുകൾക്കും ഈ ഇക്വേഷൻ നിലനിൽക്കില്ല. ബട്ട് മാക്സിമം വാല്യൂ ഓഫ് LHS ഈസ് 12. Therefore given equation is not true for any x belongs to R. അപ്പൊ ഇവിടെ ചോദ്യം നമ്പർ ഓഫ് സൊല്യൂഷൻ ആണ്. അപ്പൊ നമ്പർ ഓഫ് സൊല്യൂഷൻ എന്തായിരിക്കും? നമ്പർ ഓഫ് സൊല്യൂഷൻ ഇല്ല എന്നാണല്ലോ. സൊല്യൂഷൻ ഇല്ല എന്നാണ്. നമ്പർ ഓഫ് സൊല്യൂഷൻ ഈക്വൽ ടു 0. ഓപ്ഷൻ 4 ഇസ് ദ കറക്റ്റ് ആൻസർ. ഇത് കൃത്യമായും ട്രിഗണോമെട്രിക് ഇക്വേഷനിൽ ഐഡിയ ഉപയോഗിച്ച് തുടങ്ങി. പക്ഷെ നമ്മൾ ട്രിഗണോമെട്രി റേഷ്യോയുടെ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി ആയ മാക്സിമം മിനിമം വാല്യൂ ഓഫ് സൈൻ എക്സ് ആൻഡ് കോസ് എക്സ് ആർ +1 ആൻഡ് -1 നിങ്ങൾക്കറിയാം. അതും ഉപയോഗിക്കുക. അല്ലാത്ത പക്ഷേ ഇത് നമ്മൾ ക്യൂബിക്ക്, ഇനിയിപ്പോൾ ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് ഒരു പക്ഷേ 13 പകരം 3 ആയിരുന്നു എങ്കിൽ അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള വാല്യൂസ് അല്ല. സാധാരണ രീതിയിൽ ട്രയൽ മെത്തേഡിൽ അത് ക്വാഡ്രാറ്റിക് ആക്കി മാറ്റണം. ട്രയൽ മെത്തേഡിൽ ഏതെങ്കിലും ഒരു വാല്യൂ കാണുന്നു, പിന്നെ അത് ക്വാഡ്രാറ്റിക് ആക്കി മാറ്റണം. എന്നിട്ട് സാധാരണ രീതിയിൽ കോസ് എക്സിന്റെ വാല്യൂ കോസ് എക്സ് ഈക്വൽ ടു കെ വെച്ച് അതിന്റെ ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അത്ര ബുദ്ധിമുട്ടിക്കൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ആലോചിക്കുക. എപ്പോഴും ട്രിഗണോമെട്രി വാല്യൂസിന്റെ സമ്മ് ഒരു ഗിവൺ കോൺസ്റ്റന്റ് നമ്പർ തന്നാൽ ആദ്യം നമ്മളൊന്ന് സംശയിക്കണം അത് പോസിബിൾ ആണോ അല്ലയോ എന്നുള്ളത്. ഈ 13 ഇവിടെ വന്നതുകൊണ്ടാണ്. കോയിഫിഷ്യൻസ് ആണെങ്കിൽ വളരെ സ്മോൾ ആണ്, 4 ആണ്.
അല്ലെങ്കിൽ പിന്നെ 20 cos square x എന്നൊക്കെ പറയേണ്ടി വരും. cos cube x അല്ലെങ്കിൽ 15 cos square x ഒക്കെ പറഞ്ഞാൽ പോസിബിലിറ്റിയാണ്. പക്ഷെ അത് സോൾവ് ചെയ്യൽ വളരെ ടഫാണ്. അപ്പൊ ഈ ഒരു ഐഡിയ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നാണ് ഈ പ്രോബ്ലത്തിൽ നിന്ന് അവർ ടെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏത് ഐഡിയ? കോസിന്റെ മാക്സിമം വാല്യൂ എപ്പോഴും മനസ്സിൽ ഓർത്തുകൊണ്ട് ട്രിഗണോമെട്രിക് ഇക്വേഷൻ ആദ്യം സൊല്യൂഷൻ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, ഫൈനൈറ്റ് ആവാം, ഇൻഫിനിറ്റ് ആവാം. ഇതൊക്കെ പോസിബിലിറ്റി ഉള്ള ഇക്വേഷനാണ് ട്രിഗണോമെട്രിക് ഇക്വേഷൻ. അപ്പൊ അത് ചിന്തിക്കാൻ നിങ്ങൾക്ക് തോന്നണം. അതിനു വേണ്ടി മാത്രം ചോദിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, മറ്റുള്ള ബുദ്ധിമുട്ടിക്കുന്നൊന്നുമില്ല. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ ആൻസർ വരുന്നത്. ഓപ്ഷൻ 4.